ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നമ്മളൊക്കെ തന്നെ, അല്ലെ? ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവമായ കേക്ക് വിപണന രംഗത്ത് 71കാരി വീണ്ടും ചരിത്രം സൃഷ്ടിക്കുകയാണ്. മികച്ച സംരംഭകയ്ക്കുള്ള നാഷണൽ അവാർഡ് കൂടി ലഭിച്ച വണ്ടിപ്പെരിയാർ കക്കുഴിയിൽ വീട്ടിൽ ഹോം ബേക്കർ സുശീല സ്റ്റീഫന്റെ കേക്ക് നിർമ്മാണം ഒന്നറിയാം. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. പരമ്പരാഗതമായ രീതിയിലുള്ള കേക്ക് നിർമ്മാണം, അതായത് വിറകടുപ്പിൽ നിർമ്മിക്കുന്ന കേക്കുകൾ, അതുതന്നെയായിരുന്നു ബ്രാൻഡാക്കിയ ഈ 71കാരി ലോക രാജ്യങ്ങളിലേക്ക് കേക്ക് എത്തിച്ചുകൊണ്ട് ഇരുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ അടക്കം സുശീല സ്റ്റീഫന്റെ കേക്ക് രുചി പടർന്നു പിടിച്ചു കഴിഞ്ഞു. ഇത്തവണ കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കൂടുതലായ കേക്കുകൾ നിർമ്മിച്ച് വിൽക്കാൻ സാധിച്ചു എന്ന് സുശീല സ്റ്റീഫൻ പറയുന്നു. ഇതോടൊപ്പം ആട് വളർത്തൽ കേന്ദ്രം കാർഡം എക്സ്പോർട്ട് മേഖലയിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതുകൊണ്ട് തന്നെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ബിസിനസ് രംഗത്തെ മികവിന് ദേശീയ അവാർഡ് കൂടി ലഭിച്ചിരുന്നു. സുശീല സ്റ്റീഫൻ, congratulations ma'am. ഞാൻ സുശീല സ്റ്റീഫൻ, കക്കുഴിയിൽ എൻ്റെ വീട്ടുപേര് പറയുന്നത്. ഞാൻ ഇവിടെ കുമളി, ബിറ്റ്വീൻ കുമളി ആൻഡ് വണ്ടിപ്പെരിയാറിലാണ് താമസിക്കുന്നത്. അമാന റിസോർട്ടിൻ്റെ അവിടെയാണ്. ഐ എം വൺ ഓഫ് ദ ഡയറക്ടേഴ്സ് ഓഫ് അമാന റിസോർട്ട്. പിന്നെ ഞാൻ ഒരു ഹോം ബേക്കറാണ്. ഞാൻ ഒരു വർഷം മുമ്പേ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് ഒക്ടോബർ ആകുമ്പം ഐ സ്റ്റാർട്ട് ബേക്കിംഗ്. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ കാണും, ആപ്രിക്കോട്ട്, പീച്ച്, അങ്ങനെ പല പല എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒറിജിനൽ ട്രഡീഷണൽ ഒത്തൻറ്റിക് ക്രിസ്മസ് കേക്ക് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. അങ്ങനെ പല വർഷങ്ങൾ കൂടിയാണ് ഞാൻ എൻ്റേതായ റെസിപ്പീസൊക്കെ ഇട്ട് എൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അതെല്ലാം ചേർത്ത് ഞാൻ എൻ്റെ കേക്ക് ഉണ്ടാക്കി. എനിക്ക് എൻ്റെ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളം മോയിസ്റ്റായിട്ട് തന്നെ ഇരിക്കും. ആൻഡ് ചീത്തയാകത്തില്ല, സ്പോയിൽഡ് ആകത്തില്ല. ടേസ്റ്റ് എൻ്റെതായ സ്പൈസസ് ചേർക്കും. അങ്ങനെ പല ഓർഡേഴ്സ് ഉണ്ട്. പിന്നെ ടിന്നിനകത്താണ് ഞാൻ കൊറിയർ അയക്കുന്നത്, കൂടുതലും കൊറിയറാണ്. ഓൾ ഓവർ ഇന്ത്യ, ഡൽഹി, ബോംബെ, പൂനെ, തമിഴ്നാട്, അങ്ങനെ പല സ്ഥലങ്ങൾ. ഇൻ്റർനാഷണലും അയക്കും. ഇപ്പോൾ പുതിയ പുതിയ കൺട്രി വരുന്നുണ്ട്, ബെൽജിയം, അങ്ങനെ ഓരോരുത്തർ, ഓസ്ട്രേലിയ. ഇച്ചിരി എക്സ്പെൻസീവ് എന്നാലും ചിലർ പറയുന്നത് എക്സ്പെൻസ് അല്ല വിഷയം. ഗെറ്റിംഗ് ഒരു ക്രിസ്മസ് ഇന്ത്യ കേരള കേക്ക് വലിയൊരു കാര്യമല്ലേ എനിക്ക്. പിന്നെ ഇവിടെ ഈ കായൽ 50 above 50 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അവർ 50 കഴിഞ്ഞുള്ളവർക്ക് എന്തെങ്കിലും പുതിയ ബിസിനസ് തുടങ്ങിയവർക്ക് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. 2000 പേരിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. ഈ എൻ്റെ കാറ്റഗറി ഓൺടർപ്രനർ കാറ്റഗറി ആയിരുന്നു. അവിടെ എനിക്ക് അവാർഡ് കിട്ടി. ഞാൻ ബോംബെ പോയി അവാർഡ് മേടിച്ച്. അവിടെയും തീരുന്നില്ല സുശീല സ്റ്റീഫന്റെ കഴിവുകൾ. 2026 ജനുവരി മാസം നെടുങ്കണ്ടത്ത് വെച്ച് നടക്കുന്ന 70 വയസ്സ് പ്രായമുള്ളവരുടെ അത്ലറ്റിക് മീറ്റിലും പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് സുശീല. തന്നെക്കൊണ്ട് സാധിച്ചത് ചെറുപ്പക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സാധിക്കും എന്നുള്ള സന്ദേശമാണ് പുതുതലമുറയ്ക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നും സുശീല സ്റ്റീഫൻ പറഞ്ഞു. എന്തായാലും ക്രിസ്മസ് കാലത്ത് കേക്ക് നിർമ്മാണം കൊണ്ട് തന്നെ ഇടുക്കി ജില്ലയുടെ പ്രിയങ്കരിയായി മാറുകയാണ് സുശീല സ്റ്റീഫൻ. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.